ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് മാങ്ങാക്കറി വെക്കുന്നതാണ്. മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാങ്ങാക്കറി എന്നാണ് അതിന് പറയാറ്. അപ്പം മാങ്ങ അച്ചാറാണ് വെക്കുന്നത്. മാങ്ങ അച്ചാർ എൻ്റെ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ രീതി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇടാനായിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമേ. മാങ്ങ നമുക്ക് കുനുകുനായിട്ട് അരിയാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ മാങ്ങയല്ല എന്തായാലും ഞാൻ അരിയാറില്ല. സാധനം ഇങ്ങനെ വെച്ചിട്ടാണ് അരിയുന്നത്. തോരത്തിനായാലും എല്ലാത്തിനും ഞാൻ ഇങ്ങനെ തന്നെയാണ് അരിയുന്നത്. ഇന്ന് ഞാനിവിടെ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. മാങ്ങ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ചിലരിത് ഉപയോഗിക്കാറില്ല, ഇഞ്ചിയും വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. ഇവിടെ അമ്മൂമ്മയാണെങ്കിലും ഉപയോഗിക്കത്തില്ല. മാങ്ങക്കറി പൊതുവെ ഞാൻ വെക്കാറില്ല. ഫസ്റ്റ് ടൈം ഒരിക്കൽ ഞാനൊന്ന് വെച്ചു. അതിന് ശേഷമാണ് സ്ഥിരമായിട്ട് ഇവിടെ വെക്കാൻ തുടങ്ങിയത്. അപ്പം അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ എനിക്ക് സത്യത്തിൽ മാങ്ങക്കറി വെക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം എൻ്റെ വീട്ടിൽ വെക്കുന്നതിൽ നിന്നും ഇവിടെ വെക്കുന്നതിൽ നിന്നും കുറേ വ്യത്യാസങ്ങളുണ്ട്. ചിലതിലൊക്കെ ചില സാധനങ്ങൾ ചേർക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കറികളൊന്നും വെക്കാറില്ലായിരുന്നു. പിന്നെ വന്നു ഇപ്പോൾ കറിയൊക്കെ വെച്ച് തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പച്ചക്കടുക്, സാധാ നമ്മൾ കടുകാണ്. അത് പൊടിച്ചെടുക്കും. ചൂടാക്കിയിട്ടല്ല, അല്ലാതെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, നല്ലെണ്ണ, കുപ്പിയിലെ നല്ലെണ്ണ, പിന്നെ കായപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്. ഇത് ഇത്രയാണ് ഇവിടെ എടുക്കാറുള്ളത്. ഉപ്പ്, നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള കടുക് ഇതിലേക്ക് തട്ടിയിടും. കായപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം ഇതിനകത്ത് തട്ടിയിട്ട് ഇത്രയും കൂടെ ഇവിടെ തട്ടിയിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കും. ഇതെല്ലാം ഒന്ന് പറ്റാൻ വേണ്ടി ഇളക്കിയെടുക്കും. ഒന്ന് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് വരെ ഇവിടെ റെസ്റ്റ് ചെയ്യാനും വെക്കുന്നുണ്ട്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. നമ്മളിടുന്ന മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലതുപോലെ മൂത്ത് പോകും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഇവിടെ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് പറയണേ. മാങ്ങക്കറി ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് പറയണേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.
മുളക് കരിയാൻ പാടില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ് കേട്ടോ. ഞാൻ സാധാരണ മാങ്ങാക്കറി വെക്കാറില്ല. ബാക്കിയൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് അമ്മമ്മ പറഞ്ഞു തന്നു. എന്നിട്ട് പിന്നെ ഞാൻ അതിനകത്ത് എൻ്റേതായിട്ട് രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പച്ചമണം മാറട്ടെ, നല്ലപോലെ ഒന്ന് ചൂടാക്കാൻ. മാങ്ങ നമുക്ക് ഇതിലേക്ക് തട്ടിയിടാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ മാങ്ങ ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് ഈ ചൂട് കൊള്ളുന്നതിനോടുകൂടെ താല്പര്യമില്ല. ഇങ്ങനെ ഇരിക്കുന്ന മാങ്ങാനെ ഈ അരിഞ്ഞ് നമ്മൾ കഷ്ണങ്ങളായിട്ടിട്ട് ഈ മാങ്ങ ഇപ്പോൾ നമ്മൾ വായിൽ വെക്കുമ്പം ആ പച്ചമാങ്ങയുടെ ഒരു ഇതാണ്. അപ്പം അതിൽ മസാലയൊക്കെ ചേർത്തതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ നമ്മുടെ അവിടെ ആണെങ്കിൽ ഇത്തിരി നേരവും കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് മാങ്ങ അവിഞ്ഞ് കിട്ടും. ഇവിടെ അങ്ങനെ മാങ്ങ അവിയുന്ന ഇഷ്ടമല്ല. നമ്മൾ തിന്നുമ്പം ഫസ്റ്റ് ടൈമേ തിന്നുമ്പോൾ കറുമുറാന്ന് കേൾക്കുന്ന രീതിയിൽ തിന്നാനാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം. അപ്പം ഞാനും അതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് എടുത്തിങ്ങ് മാറ്റണം. ഇളക്കിയതിന് ശേഷം മാറ്റിയാണ്. അങ്ങനെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.